നമ്മുടെ റോക്കിക്കുട്ടന്റെ പണി ഉണ്ടായിരുന്നോ? രാത്രി ഒന്ന് അഴിച്ചു വിട്ടതാണേ. അപ്പോഴത്തേന് നമ്മുടെ അമ്പാടിക്കുട്ടൻ ഓടിക്കുന്ന അവന്റെ സ്കൂട്ടറിന്റെ സീറ്റൊക്കെ കടിച്ച് പിന്നി നാശമാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. രാവിലെ എണീറ്റപ്പോൾ അമ്പാടിക്കുട്ടൻ കണ്ടത് അമ്പാടിക്കുട്ടന്റെ ഈ ഒരു അവസ്ഥയിലെത്തിയ സ്കൂട്ടറാണ് കേട്ടോ. പിന്നെ അവൻ കരച്ചിലും ബഹളവും ഒക്കെ ആയി. സത്യം പറഞ്ഞാൽ ഇത് ലച്ചൂസിന്റെ ചെറുതിലത്തെ സ്കൂട്ടർ ആയിരുന്നു കേട്ടോ. പക്ഷെ ഇത് അമ്പാടിക്കുട്ടന് വലിയ ഇഷ്ടമാണ്. സീറ്റൊക്കെ കടിച്ചു മുറിച്ച് കളഞ്ഞപ്പോൾ അതിന്റെ മുകളിൽ ആണിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഇരിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഇനിയിപ്പോ എന്താ ചെയ്യാന്ന് വിചാരിച്ച് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഈ ഒരു സംഭവം എന്റെ ഓർമ്മയിൽ വന്നത് കേട്ടോ. ഇത് നമ്മുടെ അച്ഛന്റെ റൂമിൽ ഇരുന്നതായിരുന്നു കേട്ടോ. പെട്ടെന്ന് മനസ്സിലൊരു ഐഡിയ തോന്നിയപ്പോൾ ഞാൻ പോയി ഇത് എടുത്തോണ്ട് വന്നു. ഭാഗ്യത്തിന് അതവിടെ ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചെടുത്ത് കളഞ്ഞിട്ടുണ്ടാവുമെന്ന്. പിന്നെ അവന്റെ സ്കൂട്ടറിന്റെ സീറ്റിന്റെ അളവൊക്കെ എടുത്ത് ഞാൻ ഇതിലോട്ടൊന്ന് വരച്ചിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് ആ പോർഷൻ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അതിന്റെ മുകളിൽ വെച്ചപ്പോഴത്തേനും സ്പോഞ്ച് പോലെ ഉണ്ടായിരുന്നു. അപ്പൊ ഇതെന്തായാലും വേറെ ബുദ്ധിമുട്ടൊന്നും വരില്ല എന്ന് കണ്ടു. പക്ഷെ ഇച്ചിരി പൊക്കം കൂടിയത് കാരണം പകുതി വെച്ചൊന്ന് മുറിക്കേണ്ടി വരുമെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. അതിൽ കൊടുത്തിരുന്ന ആണി ഒന്ന് ഊരാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നടന്നില്ല. നല്ല ടൈറ്റ് ആയിരുന്നു. ഒരുപാട് നാളത്തെ പഴക്കമുള്ളത് കൊണ്ടേ. അമ്പാടിക്കുട്ടന് വേറെ കാറും ജീപ്പും സ്കൂട്ടറും ഒക്കെ ഉണ്ടെങ്കിലും ഇതിനോടെന്തോ അവന് ഭയങ്കര പ്രിയമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത് പോയപ്പോഴത്തേനും അവന് ഭയങ്കര സങ്കടമായിപ്പോയി. ഞാൻ അതിന്റെ വീതിയൊക്കെ ഒന്ന് കുറച്ചെടുത്ത് നമ്മുടെ തയ്യമിശയിലെ നൂലില്ലേ, ആ നൂല് വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് കെട്ടിക്കൊടുക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കെട്ടാനുള്ള ഒരു ചെറിയൊരു സ്പേസ് ഉള്ളതുകൊണ്ട് ഞാൻ അതിന്റെ ഇടയിലോ കൂടി കയറ്റി ഒന്ന് ഇതുപോലെ ഒന്ന് കെട്ടിപ്പൊതിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ കാക്ര പൂക്ര ഇരിക്കുന്ന കണ്ടിട്ട് ഒരു ഭംഗിയില്ലാത്തത് കാരണം ഞാൻ വിചാരിച്ചു ഒരു തുണി എടുത്തിട്ട് അതിന്റെ മുകളിലൊന്ന് കവർ ചെയ്താന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു തുണിയുടെ കുറച്ച് ഭാഗം എടുത്ത് കട്ട് ചെയ്തെടുത്തിട്ട് അതിന്റെ മുകളിൽ വെച്ചൊന്ന് അളവൊക്കെ നോക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു സൂചി നൂലും വെച്ചൊന്ന് കോർത്തു കൊടുക്കാൻ കാണാത്ത രീതിയിൽ, എങ്കിലല്ലേ ഭംഗി ഉണ്ടാവുക. സൂചി നൂലുവിട്ട് കുത്തി തച്ചെടുക്കാൻ കുറച്ചൊന്ന് പാടുപെട്ടിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഇരുന്ന് കഷ്ടപ്പെട്ട് തയ്ച്ചു കൊടുത്തെങ്കിൽ ലാസ്റ്റ് റിസൾട്ട് വന്നപ്പോൾ നല്ല ഒരു ഭംഗി ഉണ്ടായിരുന്നു. അങ്ങനെ ഇച്ചിരി വൃത്തി ഉണ്ടായിരുന്നു കാണാനേ. തുടക്കത്തിൽ അമ്പാടിക്കുട്ട ഇതൊക്കെ കാണാനുണ്ടായിരുന്നെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അമ്പാടിക്കുട്ട ഉറങ്ങിപ്പോയി കേട്ടോ. ലച്ചൂസ് ട്യൂഷനൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഇതൊരു സർപ്രൈസ് ആയിട്ട് കാണിക്കാന്ന് വിചാരിച്ചു. സംഭവം പുറത്തുനിന്ന് നോക്കിയ പുള്ളിക്കാരിക്ക് മനസ്സിലായില്ല. അകത്ത് വന്ന് അതൊക്കെ ഇന്ന് തൊട്ട് നോക്കിയപ്പോൾ സംഭവം പിടികിട്ടി. അമ്മ നല്ല രസമുണ്ട്, നല്ല സ്പോഞ്ച് പോലെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതിനകത്ത് കയറിയിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ അമ്പാടിക്കുട്ടൻ എണീറ്റു വന്ന് അവന്റെ സ്കൂട്ടർ കണ്ടപ്പോഴത്തേനും അവന് ഭയങ്കര സന്തോഷം. അവനും തൊട്ടൊക്കെ നോക്കുന്നുണ്ട്. സംഭവം കണ്ടപ്പോൾ ആദ്യം ഒന്നും പിടികിട്ടിയില്ലെങ്കിലും പിന്നെ അവന് മനസ്സിലായി ഇത് കയറിയിരിക്കാൻ പറ്റുന്നതാണെന്ന് കേട്ടോ. അതുവരെ സങ്കടം കൊണ്ട് ആ സ്കൂട്ടറുമേ കയറായിരുന്നവൻ ഈ ഒരു സീറ്റ് കണ്ടപ്പോൾ അവ കയറി ഇരുന്നിട്ടുണ്ടായിരുന്നു. പാവം ഭയങ്കര സന്തോഷമായി കേട്ടോ. അവൻ സന്തോഷിക്കുന്നത് കണ്ടിട്ട് എനിക്കും സന്തോഷം വന്നു. അങ്ങനെ അവന്റെ സ്കൂട്ടർ തിരിച്ചു കിട്ടിയപ്പോൾ അവന്റെ മുഖത്തെ സന്തോഷം ഒന്ന് കാണേണ്ട തന്നെയായിരുന്നു.